ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം മഴ സമയമല്ലേ, എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നല്ലൊരു സ്നാക്കാണ് നമ്മളിത് ചെയ്യുന്നത്. നുറുക്ക് ഗോതമ്പും അരിയും കൊണ്ടുള്ള ഒരു സ്നാക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഉദയം പേരൂന്ന് ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊന്ന് വിശ്വസ് ചെയ്തേക്കണമെന്ന്. ഹായ് ശങ്കുണ്ണി, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകി വെള്ളം പാലാൻ വെച്ചതിന് ശേഷം ഇതുപോലെ പാത്രത്തിൻ്റെ അകത്താക്കിയതാണ്. അതേപോലെ തന്നെ ഒരു 3/4 കപ്പ് അരി, മട്ട അരിയുടെയോ അതുപോലെ തന്നെ വെള്ള അരിയുടെയോ നമുക്ക് എടുക്കാവുന്നതാണ്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മട്ട അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ ഈ ഗോതമ്പ് കൂടെ, ഈ നുറുക്ക് ഗോതമ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഇത് ഒരുപാടുണ്ട്, എന്നാലും കിടന്നോട്ടെ. ഇനി അത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ടും കൂടെ നമുക്കൊന്ന് വാർത്തെടുക്കണം. നമ്മൾ കഴുകി വെള്ളം വാലാനൊക്കെ വെച്ചാൽ എന്നാലും വെള്ളമുണ്ട്. ആ വെള്ളമായി മാറുകയും ചെയ്യണം, അതൊന്ന് വാർത്തെടുക്കുകയും ചെയ്യണം. നമ്മുടെ ഈ അരിയും നുറുക്ക് ഗോതമ്പ് ഇതുകൊണ്ട് ഇതേപോലെ ഒന്ന് പൊട്ടിയൊക്കെ ഒന്ന് വരണം. ഇതിപ്പോൾ നല്ലപോലെ ആയി വരുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താലും മതി. അതാകുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ടല്ലോ നമ്മളിപ്പം കഴുകി ഇങ്ങനെ എടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പടപടാന്നൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്താം. ഇനി ഇരുന്നാലും കരിച്ചു. ഇനി നമുക്ക് ഇത് ഈ പാൻ്റെ അകത്തുനിന്ന് മാറ്റാം. പാൻ്റെ അകത്തിരുന്നാൽ നല്ല ചൂടാണ്, കറുത്തു പോകും. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയ ശേഷം ഇത് പൊടിച്ചെടുക്കണം. ഇതേപോലെ ജാറിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. തരിതരിയായിട്ട് പൊടിക്കണം, പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പും അരിയും വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതേ രീതിയിൽ തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ച് പോകും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു നോക്കാം. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ട് നമുക്ക് അതേ പാൻ തന്നെ ഒന്നുകൂടെ വെക്കാം. ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കപ്പലണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും ചേർക്കാമെന്നാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന കപ്പലണ്ടിക്ക് മാറ്റാം. നമ്മൾ ആ കപ്പലണ്ടി മാറ്റിക്കഴിഞ്ഞ് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതല്ല നിങ്ങൾ ശർക്കരയായിട്ട് മേടിക്കുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയതിന് ശേഷം അരച്ചെടുക്കുക. പൊടി ശർക്കര ഇത് പാക്കറ്റ് കിട്ടുന്ന, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. നമ്മളതാണ് മേടിച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര 4 മാത്രം മതി, 4 എടുത്താൽ മതി. അപ്പോൾ പൊടി ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാകും. ഇതേപോലെ ഒന്ന് ആക്കിയാൽ മതി, അല്ലാതെ നൂൽപ്പരുവൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീര, ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി തേങ്ങാപ്പീര ശർക്കരപ്പാനിക്കകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, ആ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഉപ്പ് പൊടി ഇട്ട് ഇളക്കി ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയൊക്കെ അങ്ങോട്ട് ചേർക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മീഡിയം രീതിയിലുള്ള മധുരമേ കാണത്തുള്ളൂ കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ കപ്പലണ്ടിയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഈ അടുപ്പൊക്കെ നിർത്താം. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കാര്യം ഇതൊന്ന് തണുക്കട്ടെ. ചെറിയൊരു ചൂടോടു കൂടി തന്നെ നമുക്കിഷ്ടമുള്ള ഷേപ്പ് പിടിച്ചെടുക്കാം. ഫാൻ്റെ അകത്ത് ഇരിക്കുമ്പോഴേ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല. അതെ, ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ സ്പൂണിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കണ്ടോ ഇതേപോലെ പ്രസ് ചെയ്ത് മാമയ്ക്ക് പിടിച്ചാൽ മതി. ഇതേപോലെ നൂരി ഇതിപ്പോൾ കണ്ടില്ലേ, അരിയുണ്ടയൊക്കെ പിടിക്കത്തില്ലേ, അതേ രീതിയിൽ അത് ഏത് ഷേപ്പ് വേണേലും നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, 10-20 മേളിലുണ്ട്. അരിയുണ്ടയും എള്ളുണ്ടയൊക്കെ പോലെ ഇരിക്കുന്നല്ലേ, പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റാട്ടോ. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന പിള്ളേർക്ക് കഴിക്കാനൊന്നും ഇല്ലേന്നും പറഞ്ഞുകൊണ്ട് വരും അല്ലേ. നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഇതേപോലെ ഓരോന്നെടുത്ത് കൊടുത്ത് അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഏതായാലും എല്ലാ വീട്ടിലും അരിയും ഉണ്ട്, നുറുക്കുവാകുമ്പും ഒക്കെ ഉണ്ടല്ലോ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നമുക്കറിയാമല്ലോ ഇതിൻ്റെ രുചി. ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.